മമ്മൂക്ക 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും തമിഴിലൊരു സിനിമ ചെയ്യുന്നത്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന D55. ഇതിൻ്റെ ഇപ്പം ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഒരു പേര് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഹോം എന്നാണ് പടത്തിൻ്റെ പുതിയ പേര്. 2026 ഒക്ടോബർ 16 സിനിമ വേൾഡ് വൈഡ് റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തുന്നത്. ഇന്നലെ മമ്മൂക്ക ഇതിൻ്റെ ഒരു പോസ്റ്റർ പങ്കുവച്ചിരുന്നത്. ഫസ്റ്റ് പോസ്റ്റർ വരുന്നു എന്നും പറഞ്ഞാൽ മമ്മൂക്കയുടെ പേജിൽ തന്നെ ഷെയർ ചെയ്തിട്ടോടൊപ്പം തന്നെ ഒരു ഗ്ലിംസ് വീഡിയോയും കൂടെയാണ് വന്നിരിക്കുന്നത്. 2 മിനിറ്റ് 36 സെക്കൻഡുള്ള ഒരു കിഡിലൻ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. സായി പല്ലവിയാണ് ഇതിനകത്ത് നായികയായിട്ട് എത്തുന്നത്. മമ്മൂക്ക സിനിമയിൽ നെഗറ്റീവ് ഷെയ്ഡ് കഥാപാത്രമാണ് ചെയ്യുന്നതെന്നാണ് അറിയുന്നത്. പക്ഷെ മമ്മൂക്കയുടേതായിട്ടുള്ള ഈ സിനിമയുടെ ഒരു ലുക്കോ അല്ലെങ്കിൽ ഒരു സംഭവം ഇതുവരെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തു വിട്ടില്ല. രാജ്കുമാർ പെരിയസ്വാമി ഇന്നലെ ഇതിൻ്റെ ആ വീഡിയോ ഷെയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു മമ്മൂക്കയുടെ ടീസർ ഉടനെ തന്നെ എത്തുമെന്നുള്ളത്. അപ്പോൾ ഇതെന്താണ് എന്ന് കാണാനായിട്ടുള്ളൊരു ആകാംക്ഷയിലാണ്. 8 വർഷത്തിന് ശേഷം തമിഴിൽ നമുക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ അത്തരത്തിലൊരു കഥാപാത്രമായിരിക്കും ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഗംഭീര ആക്ഷൻ രംഗങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് ധനുഷിൻ്റെ ഇത് വരുന്നത്. അമരൻ എന്ന് പറയുന്നൊരു സിനിമയാണ് പുള്ളി ഇതിനു മുമ്പ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അടിപൊളി. കിട്ടില്ല ക്യാമറ കേട്ടാ. ഗംഭീര വിഷ്വൽ. ഓ മമ്മൂക്കായ കാണിക്കുമെന്നൊക്കെ പലരും വിചാരിച്ചിരുന്നു. കാരണം ഇന്നലെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട സമയത്ത് ഇങ്ങനൊരു വീഡിയോ ഫസ്റ്റ് ഇറങ്ങുമ്പോഴത്തേക്ക് അതിനകത്ത് മമ്മൂക്ക ഉണ്ടാകും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മമ്മൂക്കായ സിനിമയിൽ ഈ ഒരു വീഡിയോയിൽ റിവീൽ ചെയ്തില്ല എന്നുള്ളതാണ്. എന്താണ് പുള്ളിയുടെ ക്യാരക്ടർ അതൊരു സസ്പെൻസ് തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ കാണിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു സിനിമയിൽ മമ്മൂക്ക മേടിച്ചിരിക്കുന്ന പ്രതിഫലം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതുവരെ ആരും മേടിക്കാത്ത അത്രയും പ്രതിഫലമാണ് ഈ ഒരു സിനിമയിൽ മമ്മൂക്ക മേടിച്ചിരിക്കുന്നത്. അപ്പം അതുപോലത്തെ ഒരു ഐറ്റം തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം പുള്ളിക്കാരനൊരു ക്യാരക്ടർ അന്യഭാഷയിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു സാധനം ഉണ്ടെങ്കിലേ പുള്ളി ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും ഒരു പ്രതീക്ഷ ഉണ്ട്. ഇനിയിപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണ്, മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, ആരായിട്ടാണെന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷ എന്തായാലും പ്രേക്ഷകർക്കുണ്ട്. ഈ സിനിമയും ഒരു ഗംഭീര വിജയമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അസുരൻ സിനിമ എടുത്തിട്ടുള്ള അതേ ഡയറക്ടർ തന്നെയാണ് ഈ സിനിമയും ചെയ്യുന്നത്. ആക്ഷന് പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്. എന്തായാലും ഈ ഒരു ഗ്ലിംസ് വീഡിയോ കിട്ടുന്ന സാധനമാണ്. കൂടുതൽ ആ നൈറ്റ് ആ ഒരു ഷോട്ടാണ് കാണിക്കുന്നത്. ആ ഒരു മഴ പെയ്യുന്നത്, ആ ഒരു കളർ ഗ്രേഡിങ്ങും ക്യാമറ വർക്കും അതിൻ്റെ ഒരു ബീജിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നൈസായിട്ടുണ്ട്. പുള്ളിയെ കാണിക്കുന്ന ആ ഒരു ഇൻട്രോ ഒക്കെ കിട്ടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം അല്ലേ. D55 ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഹോം എന്നാണ് സിനിമയുടെ ഒരു ടൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഹോമെന്നും ഹോമിനകത്ത് മമ്മൂക്ക ചെയ്യുന്ന ക്യാരക്ടർ എന്താണെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.